മമ്മൂട്ടി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. SKN മമ്മൂട്ടി മമ്മൂട്ടി കവിയൂർ പൊന്നമ്മയെ ഒരു നോക്ക് കാണാൻ ആദരം അർപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. നമുക്കറിയാം മലയാളത്തിലെ മഹാനടൻ മമ്മൂട്ടി കവിയൂർ പൊന്നമ്മയുടെ വിടവാങ്ങലിനോട് ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് കവിയൂർ പൊന്നമ്മ മമ്മൂട്ടിയെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ നൽകുന്ന ചിത്രത്തോടു കൂടിയാണ് ഒരു ചിത്രം ഫേസ്ബുക്കിൽ ഇട്ടിരുന്നത്. അപ്പോൾ അത്രത്തോളം സ്നേഹവാരിധിയായ മോഹൻലാലിനെ മാത്രം മമ്മൂട്ടിയുടെയും അമ്മയെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതാണ് കവിയൂർ പൊന്നമ്മ. ഇത് അവസാനമായി ഒരു നോക്ക് കാണുകയാണ് സങ്കടം നിറഞ്ഞ മുഖഭാവത്തോടു കൂടി മമ്മൂട്ടിക്കൊപ്പം രമേശ് പിഷാരയുടെ അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക എല്ലാ പ്രമുഖ അഭിനേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് ഇതിനോടകം തന്നെ എത്തിയിരിക്കുന്നു. മോഹൻലാലും ഷൂട്ടിലാണ്. മോഹൻലാലും നാട്ടിലേക്ക് എത്തിയാലുടൻ ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. മമ്മൂട്ടിയാണ് ഇവിടെ എത്തി കവിയൂർ പൊന്നമ്മയെ ഒരു നോക്ക് കണ്ടത്. അതിനുശേഷം അവിടെ സഹപ്രവർത്തകരോട് എങ്ങനെയാണ് ഇത് ക്രമീകരണം എന്നൊക്കെ മമ്മൂട്ടി സംസാരിക്കുകയാണ്. SKN മമ്മൂട്ടി മോഹൻലാലും മാത്രമല്ല മുൻ തലമുറയിലെ സത്യനാവട്ടെ, മധു ആവട്ടെ, ജയനാവട്ടെ, സുകുമാരനാവട്ടെ, അവരുടെയൊക്കെ അമ്മവേഷങ്ങൾ അഭിനയിച്ചു. അതിനുശേഷം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അടക്കം അമ്മവേഷങ്ങൾ അഭിനയിച്ചു. അതിനുശേഷം ഇപ്പം ഞങ്ങളുടെയൊക്കെ തലമുറയിലെ കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ് തുടങ്ങിയവരുടെയൊക്കെ അമ്മൂമ്മ വേഷങ്ങളിലൊക്കെ അഭിനയിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 3-4 തലമുറയുടെ അമ്മവേഷത്തിലൊക്കെ വളരെ ഭംഗിയായി അഭിനയിച്ച് ഒരുപക്ഷെ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരേ വേഷത്തിൽ ഒരുപാട് സിനിമകൾ അഭിനയിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകാവുന്നൊരു മടുപ്പുണ്ട്. എന്നാൽ ആ മടുപ്പ് കവിയൂർ പൊന്നമ്മയുടെ ഒരൊറ്റ സിനിമയിൽ പോലും നമുക്ക് ആ മടുപ്പ് തോന്നിയിട്ടില്ല. ഹൈബിയുടെ MP അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. യുവത നേതാക്കൾ പി രാജീവ്, ഹൈബിയുടെ MP തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. മമ്മൂട്ടി എത്തിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞു വന്നത് അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മടുപ്പ് അനുഭവപ്പെടാത്ത രീതിയിൽ ഓരോ അമ്മവേഷവും ഓരോ തരത്തിൽ തന്നെ ചെയ്യുന്ന കവിയൂർ പൊന്നമ്മയെ നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ ആണും പെണ്ണും എന്ന വേഷത്തിൽ ആന്തോളജിയാണ്. അതിൽ നെടുമുടി വേണുവിൻ്റെ പേരായിട്ടാണ് അതിൽ കവിയൂർ പൊന്നമ്മ അഭിനയിക്കുന്നത്. അത് അമ്മയാണ്, അത് അമ്മയും അമ്മൂമ്മയും ഒക്കെയാണ്, പ്രായമുള്ള ഒരു കഥാപാത്രമാണ് എന്ന് പറയുമ്പോൾ പോലും ഒരു പ്രത്യേകതരം അഭിനയമാണ്. അതിലൊരു പ്രത്യേകതരം ചിരിയും എപ്പോഴും പൊട്ടിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതരം ചിരിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അഭിനയത്തിൻ്റെ ഒരു മാറ്റപ്പകർച്ച കണ്ട സിനിമയായിരുന്നു അവരുടെ ഏറ്റവും ഒടുവിലത്തെ 2020 പുറത്തിറങ്ങിയ ആണും പെണ്ണും എന്ന് പറയുന്ന ആ സിനിമ. അങ്ങനെ നോക്കിയാൽ നമ്മൾ ഓരോരോ സിനിമകൾ നോക്കിയാൽ തനിയാവർത്തനത്തിലെയൊക്കെ ആ വേഷം മലയാള സിനിമയിലെ എക്കാലത്തെയും ക്ലാസിക്കുകളൊന്നാണ് തനിയാവർത്തനം. ആ തനിയാവർത്തനത്തിലെ ഒക്കെ വേഷം മമ്മൂട്ടി അഭിനയിച്ച ബാലൻ എന്ന് പറയുന്ന അധ്യാപക വേഷത്തിന് ഏറ്റവും ഒടുവിൽ ഭ്രാന്തനായി നാട്ടുകാർ കാണുന്ന വേദനയിൽ കഴിക്കുന്ന ചോറിൽ വിഷം കലർത്തി കൊടുക്കുന്ന ഒരു അമ്മ കഥാപാത്രമൊക്കെ മലയാള സിനിമ ഉള്ളിടത്തോളം നമുക്കത് മറക്കാവതല്ല. അതിനുശേഷം എത്ര സിനിമകൾ, ബാബ കല്യാണി ആവട്ടെ, ചെങ്കോലാവട്ടെ, ഒരുപാട് സിനിമകളിൽ അത്തരത്തിൽ വേദനകൾ, മാതൃവിലാപങ്ങൾ, അല്ലെങ്കിൽ ഒരമ്മ മനസ്സിൻ്റെ നിസ്സഹായതകൾ, മക്കൾക്കൊപ്പം നിൽക്കേണ്ടി വരുന്ന ഒരുപക്ഷെ ശരിതെറ്റുകളിലൊക്കെ മക്കൾക്കൊപ്പം 100% നിൽക്കേണ്ടി വരുന്ന അമ്മ മനസ്സിൻ്റെ ഇതൊക്കെ അപ്രവാളിയിൽ മാത്രമുള്ള അമ്മ മനസ്സുകളുടെ വേദനകളല്ല. നമ്മുടെയൊക്കെ വീട്ടകങ്ങളിലെ അടുക്കളയിലെ മക്കൾ മാത്രം ലോകമായിരിക്കുന്ന ഒരുപാട് അമ്മമാരുടെ പല സാഹചര്യവും നിസ്സഹായതകളൊക്കെ അഭ്രപാളിയിൽ അങ്ങനെ ഒട്ടുമേ ചോരാതെ അഭിനയിച്ച് ഫലിപ്പിച്ചതുകൊണ്ടാണല്ലോ SKN ഇത്രത്തോളം മലയാള സിനിമയുടെ അമ്മ എന്ന് തന്നെ കൃത്യമായി തന്നെ വിളിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ കവിയൂർ പൊന്നമ്മ അമ്മ വേഷം മാത്രമല്ല ചെയ്തിട്ടുള്ളത്. നേരത്തെ പറയുന്നത് പോലെ 12-ാം വയസ്സിൽ ഒരു പാട്ടുകാരിയായി തുടങ്ങിയതാണ്. MS സുബ്ബലക്ഷ്മിയുടെ കടുത്ത ആരാധിക എന്ന നിലയ്ക്ക് തുടങ്ങിയതാണ്. ഈ വലിയ വട്ടപ്പൊട്ട് MS സുബ്ബലക്ഷ്മിയുടെ ആ ആരാധനയുടെ ബാക്കിപത്രമായി ഇപ്പോഴും അവസാന യാത്രയ്ക്ക് ഒരുങ്ങി ഈ കളമശ്ശേരി ടൗൺ ഹാളിൽ കിടക്കുമ്പോഴും ആ വലിയ വട്ടപ്പൊട്ട്, സുബ്ബലക്ഷ്മിയുടെ ഓർമ്മകൾ പേറി ആ വലിയ വട്ടപ്പൊട്ട് ഇപ്പോഴും ആ നെറ്റിയിലുണ്ട്. കണ്ണീരാശ്രുക്കൾ അർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി അല്പം മുമ്പ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവിടെ എത്തിച്ചേർന്നു. ഒരുപാട് ചിത്രങ്ങളിൽ മമ്മൂട്ടിയുടെ അമ്മയായിട്ട് വേഷം പകർന്നാടി പൊന്നമ്മ ചേച്ചി. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൻ്റെ യവനിക വീഴുന്നത് പോലെ പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്ന ഒരു നിമിഷങ്ങളാണ്. പ്രകൃതി മുഴുവൻ വേദന കൊണ്ട് നിറയുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കളമശ്ശേരി ഇപ്പോൾ നിൽക്കുന്നത്. കളമശ്ശേരിയിൽ നൂറുകണക്കിന് ആളുകൾ ചേച്ചിക്ക് അന്ത്യാഭിവാദ്യങ്ങളും അന്ത്യാഞ്ജലിയും നൽകാൻ അവിടെ എത്തുന്നു. സ്നേഹത്തിൻ്റെ പൂക്കളുമായിട്ട് വരുന്ന നൂറുകണക്കിന് പ്രേക്ഷകർ. മലയാള സിനിമയിൽ ഇത്തരമൊരു വലിയ അമ്മവേഷത്തിൻ്റെ പ്രതീകമായി മാറിയ, നന്മയുടെ പ്രതീകമായി മാറിയ, വാത്സല്യത്തിൻ്റെയും തീരാ കളങ്കരഹിതമായ ജീവിതത്തിൻ്റെയും പ്രതീകമായി മാറിയ ഒരു അമ്മയുടെ വാത്സല്യത്തിന് തിരശ്ശീല വീഴുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ ആളുകൾ എത്തുന്നു. ഈ വീട്ടുവളപ്പിലെ സംസ്കാരം നടക്കുമ്പോൾ ഒരു കാലഘട്ടം ഓർമ്മയാക്കി ചേച്ചി കടന്നു പോകും.